ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇത്രയും പേർക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവമേ, അവിടുത്തെ ദൈഹികതക്കോണം ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ കരുണയുടെ ബഹുത്വപ്രകാരം ഞങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിലേക്ക് വളരുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആദ്യോടന്തം അവിടുത്തെ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളെ കൂടിവരവനെ അനുഗ്രഹിക്കണമേ. സകലതും തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ ഇടയാകണമേ. കൃപയിലും നന്മയിലും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ഈ ദിവസം അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി തീരണമേ. അവിടുത്തെ സമാധാനം ഞങ്ങളിൽ ഉണ്ടാകണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും അലയുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആശുപത്രികളിലും വീടുകളിലുമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ഞങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദാനമായി നൽകിയിട്ടുള്ള മക്കൾ, യുവജനങ്ങൾ, ജോലി ചെയ്യുന്നവർ, ജോലിക്കായി അന്വേഷിക്കുന്നവർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെ, പട്ടക്കാരെ, ദൈവീയ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിഷേക തിരുമേനിയും ഇതിൽ പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല നന്മയിലും അനുഗ്രഹത്തിലും വഴി നടത്തണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ന് ധ്യാനപ്രസംഗം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട നിതിൻ രാജനച്ഛനും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡിട്രോയിറ്റ് റീജിയനാണ് പ്രാർത്ഥന നടത്തുന്നത്. അവിടെയുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ, ഷോൺ തോമസ് അച്ഛൻ, പി സി ജോർജ് അച്ഛൻ, ജെറി മാത്യു അച്ഛൻ, ജെയിംസ് റിയാൻ അച്ഛൻ, ശങ്കരത്തിൽ ജോൺ ശമാശൻ അച്ഛൻ, കൊച്ചമ്മമാര്, മർത്തമറിയം സമാജം ഭാരവാഹികൾ, പുതുതായി പട്ടമേറ്റ റൈൻ തോമസ് അച്ഛൻ, സോളമൻ ശമാശൻ, കൊച്ചമ്മമാരെല്ലാം കൊച്ചമ്മമാര് എല്ലാവരെയും നടത്തുന്ന OVBS അനുഗ്രഹം, പുതുതായി കൺസ്ട്രക്ട് ചെയ്ത സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷാൻറ്റി ജോൺ ഒരു പാട്ട് പാടുന്നത് അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധര് നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധര് നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിലതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിലതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം
മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നാദാ, പാഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പാഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു, ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുകരം നീട്ടിയെടുത്തണച്ചു, ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമികെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എൻ്റെ വേളയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എൻ്റെ വേളയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ബാറക്കുമോ. പ്രിയപ്പെട്ട ശാന്തി ജോണിനെയും ആ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് രോഗാവസ്ഥയിലിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും ദിവസം എടുക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 8 to 24. പ്രിയപ്പെട്ട മോളി മാത്യു വായിക്കുന്നത്. ബാറിക്കുമാർ, പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ.
ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമ്പണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. പാറിക്കുമാർ. പ്രിയപ്പെട്ട മോളിമത്തിനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നവർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. എന്റെ വിശുദ്ധ റൂഹ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകല ആശ്വാസത്തെ നൽകുന്നവനുമായ ദൈവമേ, നിന്റെ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ ദീതാപുകൾ പോലെ നിന്റെ വിശുദ്ധ റൂഹ വസിച്ചതായി നേരത്ത് നിന്റെ മുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ യോഗ്യനാക്കിയത് കൊണ്ട് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവെ, പരിശുദ്ധ റൂഹായുടെ കൃപ എങ്കിലേക്ക് നീ കൽപ്പിച്ചയക്കണമേ. അതിനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സർവ്വമാലിന്യങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയ നടപടിയിലേക്ക് എന്നെ നീ മാറ്റണമേ. എന്റെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഉള്ളവേ, എന്നേക്കും നിനക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായ നമ്മുടെ കൗമ പ്രാർത്ഥനയും മേധാവ പ്രാർത്ഥനയും മലാഖമാർ പോലും വിറയ്ക്കുന്ന സർവശക്തന്റെ മുൻപിൽ നാം ഒന്നിച്ച് ദൈവമേ പരിശുദ്ധനാകുന്നു, നമ്മൾ ഇത്രമാത്രം ശുദ്ധിയില്ലാത്തവരാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ദൂരത്തിന്റെ മേൽ പോലും അധികാരമുള്ള ദൈവം ലോകത്തെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ ഇരിക്കുന്ന കുടുംബം, നമ്മുടെ ഇടവക, നാം പ്രവർത്തിക്കുന്ന സ്ഥലം, നാം വന്നിരിക്കുന്ന ദേശം, വിട്ടു വന്ന ദേശം എല്ലാം അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ഈ അവസരത്തിന് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ബെൻസി മാത്യു പാട്ട് പാടും. കേൾക്കാം ആന്റി? കേൾക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും
കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ, എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ബെൻസിനത്തിന് കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമരത്ത് കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമാണ് പ്രതിസന്ധി നമ്മെ നയിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട അമ്മകളോടുകൂടി നമുക്കും പാടാം. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ഒരു ആൾ പോലും നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ എത്തിക്കുക എന്നുള്ള കർത്താവിന്റെ ഇഷ്ടമാകുന്നു. നിത്യജീവന്റെ വചനങ്ങൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വചനം ശ്രവിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട നിതിൻ രാജൻ അച്ഛനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്, ഏറ്റവും നല്ല സ്നേഹിതൻ ആരാണ്? ഇതിന് പല ഉത്തരങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്, ഒരു കഥയുണ്ട്. പക്ഷെ യഥാർത്ഥ സ്നേഹിതൻ ആരാണ്, എങ്ങനെയാണ്? ഒരു കഥയുണ്ട്. ഒരു സിംഹത്തിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു ഒരു കുറുക്കൻ. ഈ കുറുക്കന് ഈ സിംഹവുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട്. അങ്ങനെ കുറുക്കൻ പറയുന്നതെല്ലാം ഈ സിംഹം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ കുറുക്കൻ ചില ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവരോട് ഈ സിംഹത്തെ തട്ടിക്കളയാനുള്ള ഒരു പദ്ധതി ഈ കുറുക്കൻ ഉണ്ടാക്കി. അപ്പോ ഈ കുറുക്കൻ അവരോട് പറഞ്ഞു, ഞാൻ സിംഹത്തിനെ ഈ വഴി വേട്ടയാടാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാം. ആ സമയത്ത് നിങ്ങൾ കെണിയിൽപ്പെടുത്തി എങ്ങനെയെങ്കിലും അങ്ങ് നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞു.
ഒരു ദിവസം കുറുക്കൻ വന്ന് സിംഹത്തോട് പറഞ്ഞു, നമുക്ക് നല്ലൊരു ഇടമുണ്ട്, വേട്ടയാടാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ അധികം ആരും ഇല്ല, അതുകൊണ്ട് നമുക്ക് വേട്ടയാടി പിടിച്ചുകൊണ്ട് വരാം. കുറുക്കൻ മുമ്പിൽ നടന്നു, സിംഹം തൊട്ട് പുറകെ നടന്നു. കുറെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കുറുക്കൻ വലത്തോട്ടങ്ങ് മാറി. സിംഹം നേരെ നടന്നു, ഒരു കെണിയിൽ, ഒരു കുഴിയിൽ പോയി അങ്ങ് വീണു. അപ്പൊ ഈ സിംഹത്തെ പിടിക്കാനായിട്ട് ചുറ്റും നിന്ന ആളുകൾ സിംഹത്തെ പിടിക്കാനായിട്ട് തയ്യാറായി നിന്ന സമയത്ത് അങ്ങ് ദൂരെ കുറച്ച് കിളികൾ ഇത് കണ്ടു. കിളികൾ പെട്ടെന്ന് ആനകളെ വിവരം അറിയിച്ചു. ആനകൾ വന്ന് ഈ കൂടി നിന്ന ഈ പിടിക്കാൻ വന്ന ആളുകളെ ഓടിച്ച് ഈ സിംഹത്തെ രക്ഷിക്കുന്നു. പെട്ടെന്ന് കുറുക്കൻ ഒരു സ്ഥലത്ത് ഓടി വന്ന് പറഞ്ഞു, അയ്യോ, സിംഹം വീണത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഓടി വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സിംഹം പറഞ്ഞു, നീയാണ് എൻ്റെ സ്നേഹിതൻ, പക്ഷേ ഈ കെണിയിൽ പെടുത്തിയതും നീയാണ്. അതുകൊണ്ട് സിംഹത്തിന്റെ ഒരു വാക്കുണ്ട്, ശത്രുക്കളെക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് നമ്മളെ കെണിയിൽ കൊടുക്കുന്ന സ്നേഹിതരെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞങ്ങൾ വൈദികരോട് പട്ടമേൽക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അധികം ആരും പറയുന്നത് കേട്ടങ്ങ് പൊങ്ങരുത്. സ്ക്രൂ വെക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, മുകളിലോട്ട് നമ്മളങ്ങ് പൊങ്ങും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ താഴേന്ന് സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ വീഴാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് നിലത്തോടെ തന്നെ അങ്ങ് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പലപ്പോഴും പറഞ്ഞു തരാനുണ്ട്. തിരുമേനിമാരായാലും എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് ശത്രുക്കളെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, സ്നേഹിതൻ എന്ന വ്യാജേന വരുന്ന. അതുകൊണ്ട് കർത്താവ് നമ്മി പറയുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതും അങ്ങനെയാണ് എന്ന ഒരു കഥയിൽ, ഞാൻ കഥ വായിച്ചപ്പോ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് മനുഷ്യന് പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി, വിവേകം, അതെല്ലാവരെയും ഒരുപോലെ കാണാനുള്ളതാണ്, ഒരുപോലെ മുൻപോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് സ്വയം പൊങ്ങാനും സ്വയം താഴാനും സ്വയം വീഴാനും ഇടയാകാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ചു പോയാൽ ജീവിതം കുറെയൊക്കെ കുഴപ്പമില്ലാതെ അങ്ങ് മുൻപോട്ട് പോകും എന്നാണ് അതിന്റെ അർത്ഥം. പോട്ടെ, പ്രിയപ്പെട്ട നിധിൻ രാജൻ അച്ഛനാണ് ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ ഇതിനോടകം എല്ലാവർക്കും പരിചയം ഉണ്ടായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അച്ഛൻ നമ്മുടെ അരമനയിൽ നമുക്ക് ഉള്ള സേവനങ്ങൾ, ഭദ്രാസനത്തിന്റെ സേവനങ്ങളെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. ഈ അടുത്ത സമയത്താണ് അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അരമനയുടെ മാനേജരായി അതിന്റെ ചുമതല വഹിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിനച്ഛനെ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും അച്ഛനുമായി ഫോണിൽ കൂടെയും അല്ലാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് we got several times to interact each other over the phone. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഭദ്രാസനത്തിന് വേണ്ടി അച്ഛൻ ചെയ്യുന്ന സേവനങ്ങളെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഭദ്രാസനത്തിലെ MMVSന്റെ എല്ലാ പിന്തുണകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ സഹായങ്ങളും പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും ഈ ഒരു ബന്ധം അച്ഛനുണ്ടാകുന്ന നാൾ വരെ അത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, ഈ ഓൺലൈൻ മീഡിയയിൽ കൂടെ ഈ വെള്ളിയാഴ്ച ദിവസം സംസാരിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഇൻവിറ്റേഷൻ തന്ന എല്ലാവരുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വിഷയമെടുത്ത് സംസാരിക്കാൻ അച്ഛൻ ഇപ്പം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഫ്രം ഹെൽപ്പിംഗ് ടു ഷെയറിംഗ് എന്നുള്ളതാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
ഒരു വീട്ടിൽ നമുക്കറിയാം, എസ്പെഷ്യലി നമ്മൾ ഇവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നാട്ടിൽ നിന്ന് അമ്മമാരൊക്കെ വന്ന് നമ്മുടെ കൂടെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ വൺ ഡേ അമ്മ മോളോടും കൊച്ചുമോളും വീട്ടിലുള്ള സമയത്ത് കൊച്ചുമോൾ ഇങ്ങനെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ മോളിൻ്റെ അമ്മച്ചി മോളോട് പറയുകയാണ്, ആ, മോളെ അമ്മയെ പോയി സഹായിക്കാൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഷി വാസ് നോട്ട് സോ ഹാപ്പി, ഷി വാസ് ആംഗ്രി. So when the granddaughter was said by her grandmother to help her mother, why was she angry? Usually we will think might be അമ്മമാർക്ക് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഇന്നത്തെ കൊച്ചുങ്ങളോട് അങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഷീ ഹാഡ് എ വെരി ഡിഫറെൻ്റ് വ്യൂ പോയിന്റ്. കാരണം ആ അമ്മ പറയുകയുണ്ടായി, നമ്മൾ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അമ്മയെ പോയി സഹായിക്കാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ്, റാദർ ഇറ്റ് ഈസ് ഷെയറിങ്. ബിക്കോസ് നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും we usually think that doing something is helping others. We forget that it is our responsibility also. So we have to teach our coming generation and ourselves that doing something for others is not helping others, it is sharing the responsibility. And അതുകൊണ്ട് it is also in other words called changing of the language. കാരണം നമുക്കറിയാം, സംടൈംസ് വി സേ ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻ അവർ മൈൻഡ്. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത് ആഴമായിട്ട് തറയ്ക്കാറുണ്ട്. വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കരുത് എന്ന്. കാരണം ദാറ്റ് ക്രിയേറ്റ്സ് എൻ ഇമ്പാക്റ്റ്. വി തിങ്ക് വേർഡ്സ് ആർ നോട്ട് സോ പവർഫുൾ, ബട്ട് വേർഡ്സ് ആർ പവർഫുൾ. ഒരു നല്ല വാക്ക് കൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ, ഒരു നല്ല വാക്ക് കൊണ്ട് ആ ദിവസം മുഴുവനും ചിലപ്പം വി മേ ബി പോസിറ്റീവ് ഇൻ എനർജി. പക്ഷേ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ പറയും, ഓ രാവിലെ തന്നെ തുടങ്ങി, അല്ലെങ്കിൽ രാവിലെ തന്നെ ഓ ഇന്നത്തെ ദിവസം ഇനിയും പോക്ക, ഒരാളെ കണ്ടു കേട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ എന്താ പറയുന്നത്, പ്ലീസ് ഡോണ്ട് സേ ഹെൽപ്പ് യുവർ മദർ, ദിസ് ഇസ് നോട്ട് അബൌട്ട് ഹെൽപ്പിംഗ്, ദിസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് ദർ ഇസ് എ ഡിഫറൻസ്. നമ്മളൊരു സഹായിക്കുന്നതും ഒരു ജോലി നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, ഇത് അമ്മമാരുടെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, പലപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിച്ചു കിടന്ന്, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, മരിച്ചു കിടന്ന് നമ്മൾ അങ്ങ് പണിയും. എന്തിനാണ്? കഴിഞ്ഞ ആഴ്ച, ചുമ്മാ പറയുന്നതല്ല, കഴിഞ്ഞ ആഴ്ച മൂന്ന് ദമ്പതിമാരാണ് വിവാഹം കഴിച്ചിട്ട് 1 വർഷം പോലും കഴിയുന്നതിന് മുമ്പേ പിരിയണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് ഞാൻ അറിയുന്നത്. കാരണം അവർക്ക് തമ്മിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ എന്താ പറയുന്നത്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ there is shared responsibility in everything. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അമ്മമാർ ജോലിക്ക് പോയിട്ട് വന്നാലും അമ്മമാർ തന്നെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് അവസാനം നടുവൊടിഞ്ഞ് വീട്ടിൽ കിടക്കുന്നത് അല്ലേ? അത് തെറ്റായ ഒരു രീതിയും തെറ്റായ ഒരു ഇതാണ് നമ്മൾ മുന്നോട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് വാക്കുകൾക്ക് വളരെ പ്രധാനമായ ഒരു സ്ഥാനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു നല്ല വാക്കും കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, മഹാനായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം തൻ്റെ ടീച്ചർ ഒരു നോട്ട് കൊടുത്ത് തൻ്റെ കുഞ്ഞിന് അയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ആരുടെ അടുത്ത് കൊടുക്കല്ലേ, വീട്ടിൽ പോയി അമ്മയുടെ കൈ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ആ നോട്ട് എടുത്തുകൊണ്ട് പോയി ആ വീട്ടിൽ പോയി അമ്മയുടെ കൈ കൊടുത്തു. എന്നിട്ട് നല്ല അനുസരണമുള്ള കുഞ്ഞായതുകൊണ്ട് നമ്മളായിരുന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വഴിയിൽ തുറന്ന് വായിച്ചിട്ട് എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്, പാര വരുന്നുണ്ടോ അല്ലെങ്കിൽ പണിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഒരു പക്ഷേ on the way we would have opened that letter, but this child was a very obedient child. So the child brought that letter very obediently and gave it to his mother. അമ്മ അത് തുറന്ന് വായിച്ചപ്പോൾ കണ്ണുനീരോടാണ് അത് വായിച്ചത്. എന്നിട്ട് കുഞ്ഞ് ചോദിക്കും, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞ്, മോനെ, the teacher says you are so brilliant that they can't teach you in school, so we need to find a place for you എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ വായിച്ചു കഴിഞ്ഞ ശേഷം എന്താ പറയുന്നത്, ആ കുഞ്ഞിനെ അടുത്ത ദിവസം മുതൽ സ്കൂളിൽ വിട്ടില്ല. അമ്മ തന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം this child turned out to be one of the very greatest scientists of the times. വളരെ സുപ്രസിദ്ധമായ ഒരു സയൻറ്റിസ്റ്റായിട്ട് ഈ പൈതൽ തീരുകയാണ്. വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മ ഒരു ദിവസം ഈ ലോകം വിട്ടുപോയതിന് ശേഷം ഈ കുഞ്ഞ് പ്രായമുണ്ടെങ്കിലും തൻ്റെ അമ്മയുടെ മുറിയിൽ കയറി ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി നോക്കുമായിരുന്നു. അപ്പോഴാണ്
ഈ കുഞ്ഞിന് അന്ന് ടീച്ചർ എഴുതി കൊടുത്ത ആ പേപ്പർ കയ്യിൽ ലഭിക്കുന്നത്. ആ പേപ്പർ എടുത്ത് ആ കുഞ്ഞ് അത് വായിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് വിചാരിക്കുമായിരുന്നു, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് എന്നോട് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയേനെ. കാരണം ടീച്ചർ എഴുതിയത് ഇങ്ങനെയാണ്: യുവർ ചൈൽഡ് ഇസ് എ സ്പെഷ്യൽ ചൈൽഡ്, വി കനോട്ട് ടോളറേറ്റ് ഹിം എനിമോർ ഇൻ സ്കൂൾ എന്നുള്ളതാണ്. യുവർ ചൈൽഡ് ഇസ് എ സ്പെഷ്യൽ ചൈൽഡ് ആൻഡ് ഹീ നീഡ്സ് സ്പെഷ്യൽ കെയർ ആൻഡ് വി കനോട്ട് ടോളറേറ്റ് ഹിം ഇൻ സ്കൂൾ എന്ന്. പക്ഷേ അമ്മ അത് ആ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. അമ്മ പറയുകയാണ്, യു ആർ ദ മോസ്റ്റ് ബ്രില്യൻ ചൈൽഡ് ആൻഡ് ദ സ്കൂൾ വാസ് നോട്ട് ഏബിൾ ടു ടീച്ച് യു എന്ന്. ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡോക്ടറും സയൻറ്റിസ്റ്റുമായിട്ട് ആ വ്യക്തി തീർന്നതായിട്ട് ചരിത്രം നമ്മളോട് പറയാറുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഒരു നമ്മൾ വിചാരിക്കും ചുമ്മാ പറഞ്ഞു പോകുന്ന ഓരോരോ വാക്കുകളെന്ന്. ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് വാക്കും കൊണ്ടാണ്. He said a word and it was created. And also we know when we read Saint John, വചനം ജഡമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വചനം, ദറ്റ് വേർഡ്സ് ബിക്കംസ് ഇൻ ടു ആക്ഷൻസ് എന്നുള്ളതാണ്. തോട്ട്സ് ബിക്കംസ് വേർഡ്സ്, വേർഡ്സ് ബിക്കംസ് ആക്ഷൻ എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അമ്മ എന്താ പറയുന്ന കൊച്ചുമോളോട് പറയുവാൻ ആഗ്രഹിച്ചത്. ഹെൽപ്പ് യുവർ മദർ എന്ന് പറഞ്ഞപ്പോൾ ഷീ സേസ് ഇറ്റ് ഇസ് നോട്ട് ഹെൽപ്പിംഗ്, ഇറ്റ് ഈസ് ഹെർ റെസ്പോൺസിബിലിറ്റി ഓൾസോ എന്ന്. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 2 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ബെയർ വൺ അനദേഴ്സ് ബർഡൻ സോ ഫുൾഫിൽ ദ ലോ ഓഫ് ക്രൈസ്റ്റ് എന്ന്. പരസ്പരം നിങ്ങൾ ഭാരങ്ങൾ വഹിക്കുവിൻ, അങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഗലാത്യർ 6:2. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്നുള്ളതല്ല, ബെയർ വൺ അനദേഴ്സ് ബർഡൻസ്. നമ്മൾ എപ്പോഴും വി ഷുഡ് ബി റെഡി to help others, to care for others. It is not because it is not because we are supposed to do it എന്നല്ല. It is part of a Christian responsibility to help others. അല്ലാതെ ചാരിറ്റി ഷുഡ് ബി വിത്ത് പ്യോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം നമ്മൾ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നേക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്നേക്കുന്ന ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്ന്. പക്ഷേ പലപ്പോഴും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയും എല്ലാം എന്താ പറയുന്നത്, എല്ലാം എൻ്റെ കഴിവും കൊണ്ടും എൻ്റെ മിടുക്കും കൊണ്ടും നേടിയതാണ്. നേടിയതെല്ലാം മിഥ്യതേ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. എല്ലാം ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഓർത്തഡോക്സ് ആരാധനയിൽ എപ്പോഴും കരുണയുടെ പ്രധാന ശുശ്രൂഷകളിലും പ്രധാന കാര്യങ്ങളിലും വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കരുണയെ യാചിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇറ്റ് ഇസ് നോട്ട് ബൈ അവർ മെറിറ്റ്, ഇറ്റ് ഇസ് ഓൺലി ബൈ ദ ഗ്രേസ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ് ദാറ്റ് വി സർവൈവ്. നമ്മുടെ കഴിവും കൊണ്ടും മിടുക്കും കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തന്ന ദാനമാണത്. നിങ്ങൾക്ക് വെറുതെ ലഭിച്ചത് വെറുതെ കൊടുക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഇസ് നോട്ട് എ ചാരിറ്റി. Even though we use the word charity, that should be with purity, because not letting down the dignity of the other person എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ദൈവം ആദ്യം മുതലേ നമുക്കറിയാം ഒരു ക്രിയേഷനിലാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം എല്ലാവർക്കും ആദ്യം മുതലേ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തു തന്നെ ഇതിൻ്റെ വലിയ ഉദാഹരണമാണ്. He said he came to serve and not to be served എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിലാണ് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വാക്കിൽ മാത്രമല്ല, ദൈവം പ്രവൃത്തിയിൽ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. കാരണം തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ, തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ, തനിക്ക് കുനിഞ്ഞ് അവിടെ അവരുടെ പാദങ്ങൾ എടുത്ത് കഴുകുവാൻ ദൈവത്തിന് സാധിച്ചു. രാജാവായിരിക്കെ മഹോന്നതങ്ങൾ വിട്ടൊഴിഞ്ഞ് മനുഷ്യനായി തീർന്നത് അതിനു വേണ്ടിയാണ്. എല്ലാം വിട്ടൊഴിഞ്ഞ് ഹി ബിക്കേം മാൻ. ഹി ഷോഡ് us the way. നമുക്ക് എങ്ങനായി തീരണമെന്ന വഴി ക്രിസ്തു നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതാണ് വലിയ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ എന്താ പറയുന്നത്, ആഡംബരത്തിൽ നിന്നും നമ്മുടെ സമൃദ്ധിയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുന്നത്. പക്ഷേ എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്ന് എപ്പോഴും നമുക്ക് പാടുവാനായിട്ട് സാധിക്കണം. നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നേടിയതല്ല, ദൈവമെല്ലാം തന്നതാണ് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ താഴ്മയോടും വിനയത്തോടും ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ അത് ചിലപ്പോൾ അത്ഭുതമായിട്ടും
വലിയതായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ലായിരിക്കും. കാരണം കന്യകമറിയാം ജീവിച്ചപ്പോൾ കന്യകമറിയാമിന് ലഭിച്ച കൃപയിൽ പറയുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് നടക്കട്ടെ എന്ന് കന്യകമറിയാം പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഹർ എൻറ്റയർ ലൈഫ് ഷീ ഡെഡിക്കേറ്റഡ് ടു ബ്രിങ് അപ്പ് ക്രൈസ്റ്റ്. അവിടെ നല്ലൊരു നമ്മൾ വിശുദ്ധ കുടുംബം എന്ന് വിളിക്കുന്നത് കന്യകമറിയാമിൻ്റെയും യൗസേപ്പിൻ്റെയും ക്രിസ്തുവിനെയും കൂടെ ചേർന്നാണ് ഹോളി ഫാമിലി എന്ന് വിളിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളും ഹോളി ഫാമിലികൾ ആയിത്തീരണം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലൊക്കെ വരഞ്ഞോടി പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ ദേവാലയമാണ്. നമ്മുടെ വീടുകളിൽ കാണാത്ത ദേവാലയം ഒരു പള്ളി പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പം ക്യാൻ യു ഹെൽപ്പ് മീ എന്നല്ല പറയേണ്ടത്, അവരെ പഠിപ്പിക്കണം. ഇറ്റ് ഈസ് ഓൾസോ യുവർ റെസ്പോൺസിബിലിറ്റി എന്ന്. വീട്ടിൽ കുക്ക് ചെയ്യുക, പാത്രം കഴുകുക എന്നുള്ളത് അമ്മമാരുടെ ജോലി മാത്രമല്ല. കൈയും കെട്ടി ഇരുന്ന് കുഞ്ഞുങ്ങളെ അവർ പഠിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ ജീവിതം മുന്നോട്ട് ഏറുമ്പോൾ അവർക്ക് എന്ത് പറയുന്നത്, മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവർ വഴിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വീണു പോകും. കാരണം അവർക്ക്, നമ്മൾ മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ പറയുന്നത്, തീയിൽ ഇത് ചെയ്തത് വെയിലത്ത് വാടത്തില്ല എന്ന്, അല്ലേ? തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന്. പക്ഷെ ആ തീയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ കാനാൻ ദേശത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ. മരുഭൂമി യാത്രയുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ വിളിച്ചത് വിശ്വസ്തനായ ദൈവമെങ്കിൽ നമ്മളെ എത്തിച്ചേർക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ദൈവം എത്തിച്ചേർക്കും എന്ന് ഉള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വീട്ടിൽ കാണാത്ത ഒന്നും അവർ പള്ളിയിൽ കാണത്തില്ല. ഏലിയാസ് തിരുമേനിയുടെ പ്രസംഗങ്ങൾ എപ്പോഴും പറയുന്നതാണ് അത്. കാരണം അമ്മയാണ് കുഞ്ഞിനെ ആദ്യത്തെ പലപ്പോഴും ഞാൻ പറയും ഹൂ ഇസ് ദ ഫസ്റ്റ് പ്രീസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ പേരല്ല പറയുന്നത്. ഇറ്റ് ഈസ് ദ മദർ ഹു ടേക്സ് ദ ചൈൽഡ് ആൻഡ് മടിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിക്കണം. പ്രാർത്ഥന കേക്ക് അവർ വളരണം. നമ്മൾ കുഞ്ഞുങ്ങൾ പള്ളി പോകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പള്ളി പോയോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. കാരണം നമ്മൾ നല്ല ഉദാഹരണങ്ങൾ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ബട്ട് എ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അത് ഒരു നന്മയ്ക്കായിട്ട് അത് തീരും എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കും ഓക്കെ അത് കുഴപ്പമില്ല, കാര്യമില്ല എന്നൊക്കെ നമ്മൾ കരുതിയേക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകൾ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്, ഒരു കുടുംബജീവിതത്തിലേക്കെല്ലാം പ്രവേശിക്കുമ്പോൾ പലപ്പോഴും വീണു പോകാനുള്ള കാരണം അവർക്ക് നല്ല ഉദാഹരണങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഒരു ചെറിയ പിക്ചർ ഇവിടെ കാണിക്കുകയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഫ്രം ഹെൽപ്പിംഗ് ടു ഷെയറിങ് എന്നുള്ളത്. കാരണം വെൻ യു സീ ഇൻ ദ ഫസ്റ്റ് പിക്ചർ 3 പേരും സന്തോഷത്തോടെയാണ് വീട്ടിലിരിക്കുന്നത്, അല്ലേ? 3 പേരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലേ? 3 പേരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അവരവരുടെ ജോലിയിൽ വളരെ സന്തോഷമാണ്. ഒരാൾ പഠിക്കുന്നു എന്ന് പറയുന്നു, ഒരാൾ ഗെയിം കളിക്കുന്നു, ഭർത്താവ് ഒരു പക്ഷേ ജോലിക്ക് പോയിട്ട് വന്നിട്ടും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഒറിജിനലി കറക്റ്റ്ലി ഷോയിങ് എക്സാക്ട്ലി വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. പക്ഷേ ആ സെക്കൻഡ് പിക്ചറിനകത്താണ് യഥാർത്ഥമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകേണ്ടത്. ഷെയറിങ് ഇസ് കെയറിങ്. ബിക്കോസ് നമ്മൾ പരസ്പരം, ഗലാത്യർ ലേഖത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ, നമ്മൾ പരസ്പരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹെൽപ്പിംഗ്, ഇറ്റ് ഈസ് ഷെയറിങ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ടീച്ചിങ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് നോട്ട് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ പ്രായമായ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുക്ക് വായിച്ച് പഠിക്കാനൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. പക്ഷേ if we are not teaching them for transformation, then there is no use of teaching Sunday school. There is no use of attending classes. There is no use of doing anything if we are not able to transform. അതാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ comes when the Holy Spirit comes. നമുക്കറിയാം, നമ്മൾ പരിശുദ്ധ സ്ലീഹന്മാരെ എല്ലാം ഓർത്ത് കഴിഞ്ഞ് വരുന്ന സമയമാണ്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് രൂപാന്തരം വരും. ആ പ്രകാശം വരണമെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോകണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. അത് വായിക്കുമ്പോഴാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്.
ലൈറ്റൻ ടു ലൈറ്റൻ അതേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. വിളവ് നിറഞ്ഞൊരീശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ പ്രകാശം കാണുകയും അതിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു കുടുംബത്തിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കുടുംബവും വിൽ നോട്ട് ബി എ കെയറിങ് പ്ലേസ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കണം, നമ്മളെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പലരെയും കുറ്റം പറയും. നമ്മൾ പറയും കുഞ്ഞുങ്ങൾ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? നമ്മുടെ ചെറിയ ചെറിയ അനുഭവങ്ങളല്ലയോ നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടു വളരുന്നത്? നമ്മൾ കൊടുത്താൽ അവരും കൊടുക്കും. കാരണം കണ്ടു വളരുന്നത് ഹാസ് മോർ ഇമ്പാക്ട് ദാൻ സേയിങ്, അല്ലേ? ടു പ്രീച്ച് ഇറ്റ് ഈസ് ഈസി, ബട്ട് ടു വാക്ക് ദ ടോക്ക് ഇറ്റ്സ് നോട്ട് സോ ഈസി. അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളായിട്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ അമ്മമാർ അരി വീട്ടിലില്ലെങ്കിലും ഒരു പിടി അരി മാറ്റി വെക്കും. അതൊരു നല്ല ഉദാഹരണങ്ങളാണ്, അല്ലേ? അമ്മമാരത് കണ്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കണ്ടിട്ട് അവരും അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കുവാൻ, കാരണം തന്നത് ദൈവമാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. സോ ടീച്ച് യുവർ ചിൽഡ്രൻ നോട്ട് മിയർലി ടു ഹെൽപ്പ് but to belong. Teach them that the family is ours, not yours. Teach them that the church is ours, not someone else. പള്ളി പോകുന്നതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആ വേർഡ് പ്ലേ എന്ന് ആദ്യമേ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ്. അവൻ പള്ളി വരുന്നത് തന്നെ വലിയ കാര്യം, ഒരിക്കലുമല്ല. ഒരു ആൾ പള്ളി വരുന്നത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അച്ഛന് വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെക്കും വേണ്ടി അല്ല ഒരു വ്യക്തി പള്ളിയിൽ വരേണ്ടത്. നമ്മൾ പള്ളിയിൽ പോകേണ്ടത് ആരാധിക്കാനാണ്. കാരണം ആരാധനയാണ് ജീവിതത്തെ നമ്മളെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ we should have that worship in our life. The family does not pray together, does not stay together എന്നുള്ളതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം ഒരുമിച്ചിരിക്കണമെങ്കിൽ, ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. ദാറ്റ് ഡസ് നോട്ട് മീൻ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന്. യോബിന്റെ ജീവിതത്തിൽ ആവശ്യത്തിനധികവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവാശ്രയം വിടാതെ, ദൈവത്തെ മറക്കാതെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യോബിനെ നമ്മൾ ഇന്നും ഓർക്കാനുള്ള കാര്യം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ ഭാഗമാണ്. ബട്ട് ട്രൈങ് ടു ഓവർകം ദാറ്റ് ഇസ് വാട്ട് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. വി നോ വേർ വി ബിലോങ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകൾ, നമ്മുടെ സ്കൂൾസ്, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വി ഹാവ് ടു ടീച്ച് ആൻഡ് റിഫ്ലക്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രവൃത്തിയും കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയുവാനായിട്ട് സാധിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിത പ്രവർത്തികളിൽ നിന്ന് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം. ദേവാലയത്തിൽ പോകുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പറയാം, അച്ഛൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വന്നില്ല എന്ന്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പള്ളിയിൽ പോവാതിരിക്കില്ല. കാരണം നമ്മുടെയും കൂടെയാണ് ആലയം എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പോകാതിരിക്കത്തില്ല. നല്ല ഒരു ഉദാഹരണമാണ് ഹന്നാ പ്രവാചകിയുടെ. ഹന്നാ പ്രവാചകി വിഷമത്തോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ, ചുണ്ടുകൾ മാത്രം അനങ്ങിയപ്പോൾ ഏലി പുരോഹിതൻ പറയുകയാണ്, മദ്യപിച്ചിട്ടാണോ ദേവാലയത്തിൽ വരുന്നത്? മദ്യപിച്ചാണോ ദേവാലയത്തിൽ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷീ ഡിഡ് നോട്ട് റിയാക്ട്, ഷീ റെസ്പോണ്ടഡ്. ഷീ ഡിഡ് നോട്ട് റിയാക്ട്, ഷീ റെസ്പോണ്ടഡ്. ഷീ സെഡ്, അടിയൻ വിഷമമുള്ള എൻ്റെ വേദന ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏലി പുരോഹിതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്ന്. ശാപത്തിന് പകരം അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് അവർ ലഭിക്കുന്നത്. ഇഫ് ഷീ വുഡ് ഹാവ് റിയാക്റ്റഡ്, എന്താണ് അച്ഛാ ഇങ്ങനാണോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്, ഇങ്ങനാണോ പറയേണ്ടതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായേനെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടായേനെ. സോ ഷീ റെസ്പോണ്ടഡ്. ഹെർ ഹംബിൾ റെസ്പോൺസ് brought prophet Samuel to the world. Her humble response brought prophet Samuel to the world. അതുകൊണ്ട് നമുക്കും റെസ്പോണ്ട് ചെയ്യാൻ, ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം. ആർക്കും ദേഷ്യം വരും, ആർക്കും പ്രയാസങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉള്ളതെന്ന്. എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കും അവനോൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. പലപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ട് നടക്കുന്നില്ലായിരിക്കും. ഒരു കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, എവരിബഡി ആർ ഗോയിങ് ത്രൂ problems. They may not say it aloud. So be gentle, so be kind. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വെറും വാക്കുകളായി പോകാതെ അത് it should become a transforming word that helps us to build our families. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് കഷ്ടം കുറച്ചൊക്കെ നമുക്ക് ഇല്ലായ്മയെന്നും കൊടുക്കുവാൻ സാധിക്കണം. ഉള്ളത് ഗിവിങ് ഫ്രം അബൻഡൻസ് ഡസ് നോട്ട് മേക്ക് വർത്ത് ഓഫ് വാട്ട് വി ഡു.
നല്ലതുപോലെ ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കട്ടെ. അച്ഛന്മാരെ കണ്ടോണ്ടല്ല, അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെ കണ്ടോണ്ടല്ല, അല്ലെങ്കിൽ ആരെയും കണ്ടോണ്ടല്ല, നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് നമുക്ക്, നമ്മുടെ വീട് കൂദാശയിൽ പാടുന്നത് പോലെ, ഏലിയാവിൻ ആശീർവാദത്താൽ വിധവാദേഹത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കൊമ്പിൽ തൈലവും അറ്റില്ല. കാരണം ഒരു കഷ്ണം കഴിച്ച് മരിക്കാൻ പോകുന്ന വിധവ സ്ത്രീ പ്രവാചകൻ വന്ന് ചോദിച്ചപ്പോൾ അത് കൊടുത്തു. വിശുദ്ധ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രവാചകനെ സ്വീകരിക്കുന്നവന് ഒരു പ്രവാചകന്റെ അനുഗ്രഹം ലഭിക്കും എന്ന്. വിശുദ്ധ വേദപുസ്തകം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തവന് പോലും അതിന് പ്രതിഫലം ലഭിക്കാതെ പോകില്ല എന്ന്. അത് ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവത്തിന്റെ വാക്കാണ്, മാറിയിടാത്ത ദൈവത്തിന്റെ വാക്തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാനും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുവാനും, കാരണം വാക്ക് വളരെ 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 ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുവാൻ വളരെ സാധ്യതയുള്ളതാണ് വാക്കുകൾ. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കത്തി എടുത്ത് മുറിച്ചാൽ അത് കുറച്ച് ദിവസത്തിന് ശേഷം അതൊക്കെ ഹീലിങ്ങിലേക്ക് അത് കടക്കും. പക്ഷേ നമ്മുടെ വാക്ക് കൊണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അതൊരു തീരാ ദുഃഖമാണ്, തീരാ പ്രയാസമാണ്. പലപ്പോഴും നമ്മൾ ആരെയാണ് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വിഷമിപ്പിക്കുന്നത്? നമ്മളെ താഴെ വരുന്നവരെ, അല്ലെങ്കിൽ നിസ്സഹായരായവരെ, അല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിൽ പെടുന്നവരെ ഒക്കെയാണ് നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ പലപ്പോഴും വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. കാരണം കരച്ചിലിൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തിച്ചേരും, കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേൾക്കും. അതുകൊണ്ട് ഹാഗാർ കരഞ്ഞപ്പോൾ ദൈവം കേട്ടു. അബ്രഹാമിനോട് ഉപേക്ഷിച്ചെങ്കിലും ഹാഗാർ മരുഭൂമിയിൽ കരഞ്ഞപ്പോൾ ദൈവം ആ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഹാഗാറിന് ഒരു സന്തതിയെ കൊടുത്തതുപോലെ നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുമാറാകട്ടെ. നിനിവാക്കാര് കരഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അനുതാപം ലഭിച്ചതുപോലെ, ദൈവസന്നിധിയിൽ നിന്ന് കരുണ ലഭിച്ചതുപോലെ, അനുതാപത്തോടും പ്രാർത്ഥനയോടും ഈ ഉപവാസ ദിവസം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ ദേശത്തിൻ്റെ മേലും നമ്മുടെ ദേവാലയങ്ങളുടെ മേലും നമ്മുടെ കൂട്ടായ്മകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ ഒരു അവസരം തന്ന അച്ഛനോടും അതിൻ്റെ ഭാരവാഹികളുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. 2 വാക്കുകൾ വളരെ പ്രധാനമായിട്ടും അച്ഛൻ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, റെസ്പോൺസിബിലിറ്റി. I think a synonym of responsibility is liability. You are liable to do that എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യാതൊരു സാധ്യതയില്ല. You are liable to do that. അതുകൊണ്ട് ആ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ചെയ്തേ മതിയാവൂ എന്നാണ്. രണ്ടാമത് അച്ഛൻ ഓർമ്മിപ്പിച്ചത് ട്രാൻസ്ഫോർമേഷൻ. We know the word metamorphosis. From one stage which we think it's down to earth or downtrodden to a beautiful whatever it may be. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, മെറ്റമോർഫോസിസ്, നമ്മൾ സാധാരണ പുഴുക്കളെ കുറിച്ചാണ് അത് പറയുക. From a pupa to a beautiful butterfly. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആദ്യം ഒരു പ്യൂപ്പയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ പുഴുവിനെ കാണുമ്പോൾ നമ്മൾ ഇതെന്താന്ന് വിചാരിക്കും, ഓയ് ഇതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ടാ നമ്മൾ വേദപുസ്തകത്തിൽ ഈ പൈതൽ ആരായി തീരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമുക്കാർക്കും അറിയാൻ പാടില്ല ആരായി തീരും, നമുക്കാർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ആരംഭിക്കുന്ന ഇടത്തെക്കുറിച്ചല്ല, നമ്മൾ എവിടെ ആകുന്നു എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മളെല്ലാം വളർത്തുന്നത്. അതിനൊരു കരുതൽ ആവശ്യമാണ്, അതിനൊരു പിന്തുണ ആവശ്യമാണ്. അതാണ് കുടുംബം, അതാണ് സമൂഹം, അതാണ് പള്ളി, എല്ലാം അതിനു വേണ്ടിയിട്ടുള്ളത്. നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദ പ്ലേസ് വി ആർ മോൾഡഡ്. ആ മോൾഡ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് കുടുംബവും പള്ളിയും കമ്മ്യൂണിറ്റിയും ഓർഗനൈസേഷൻസും എല്ലാം. ആ മോൾഡിങ്ങിന്റെ ഭാഗം നമുക്കറിയാം. ഒരു കലം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു മോൾഡ് ഉണ്ട്, ആ കലത്തിന്റെ മോൾഡ് ഉണ്ട്. അത് കലമാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ മോൾഡിന്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പൊ നമ്മൾ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് വിവിധങ്ങളായ മോൾഡുകൾ എല്ലായിടങ്ങളിലും ഉണ്ട്. അതിന് തക്കതായ കുശവൻ നമ്മളെ അങ്ങനെ കുഴച്ച ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കുഴച്ചെടുത്തിരിക്കുന്ന അതിന്റെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്നായി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാകണമെന്നാണ്
പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അച്ഛൻ്റെ എല്ലാ നല്ല വാക്കുകളും എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഫലങ്ങളായി പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അത് ഇടയാകട്ടെ. അച്ഛൻ അതിനാവശ്യമായ വിത്തിട്ടു. ഇനി വി ഷുഡ് വാട്ടർ ദാറ്റ് വൺ. അത് ഇനി വളർന്നു വരണം. വി ഷുഡ് ബെയർ ഫ്രൂട്ട്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം വചനം വിത്താണെന്ന് നമുക്കറിയാം. അത് വിതച്ചു. ഇനി നമ്മളാണത് പരിപോഷിപ്പിച്ചെടുക്കേണ്ടത്. നമ്മളാണ് അതിന്റെ ഫലം കായ്ക്കേണ്ടതും അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക്, സാന്നിധ്യത്തിന് അച്ഛൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി. MMVS പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നിതിൻ രാജൻ അച്ഛൻ്റെ വാക്ക് ദൈവം നമ്മുടെ അച്ഛനിൽ കൂടി സംസാരിച്ചുവല്ലോ. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട എബി അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 100 മേനിയായിട്ട് വളരുവാൻ സഹായിക്കാൻ ദൈവത്തിന്റെ കൃപയുണ്ടാകണമേ എന്ന് യാചിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ തലമുറയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ, നമ്മുടെ വാക്കുകൾ അത് ഏറ്റവും ടാക്ട്ഫുൾ ആയിട്ടുള്ളതായിരിക്കണം. ഏത് രൂപത്തിൽ നമുക്ക് സംസാരിക്കണം, കേൾക്കുന്നവർക്ക് ഫലം ചെയ്യത്തക്കവണ്ണം ഉള്ള നമ്മുടെ വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതിന് തക്കവണ്ണമാകുവാൻ ദൈവം നമ്മെ സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വാക്ക് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി, അന്യോന്യം ഭാരങ്ങൾ ചുമക്കുന്നത് എൻ്റെ കൂടെ ചുമതലയാണെന്നുള്ള ബോധ്യം വരത്തക്കവണ്ണം സംസാരിക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയോട് അവരെ കൈകാര്യം ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അച്ഛൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. വിശുദ്ധ ബാബ തിരുമേനിയെ സമർപ്പിക്കുന്നു. തിരുമേനി ഇന്ന് ഇവിടെ തലസ്ഥാന നഗരിയിൽ വന്നിട്ടുണ്ട്. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള ആത്മശക്തി ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭാ നേതാക്കളെയും അനുഗ്രഹിക്കണമേ എന്നും എല്ലാവരും ഒരുമിച്ച് ക്രൂശിന്റെ ചുവട്ടിൽ അണിനിരക്കാനുള്ള കൃപ, തർക്കവും വഴക്കുകളും ഒന്നും ഉണ്ടാക്കാതെ ദൈവമേ സഹായിക്കണമേ. വേർപാടിന്റെ നടിച്ചുവരെ ഇടിച്ചു കളയുവാനും സമാധാനത്തിന് സ്ഥാപിക്കാനായിട്ടും വന്ന കർത്താവ് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിച്ച പിതാവിന്റെ ഹിതം നിറവേറുവാൻ ആഗ്രഹിച്ച കർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ദേവസ്ഥാനത്തെ സമർപ്പിക്കുന്നു. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ഡയോസസിനെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപയ്ക്കായി യാചിക്കുന്ന എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. എല്ലാ വൈദ്യശ്രേഷ്ഠന്മാരെ, പശ്ചിമമാരെ, മർത്തമറി സമാജം ഭാരവാഹികളെയും ദിവസത്തെ സമർപ്പിക്കുന്നു. ഇടവക പുരോഹിതന്മാര്, വാൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ്, മിഷണറിമാർ എല്ലാവരെയും സമർപ്പിക്കുന്നു. രാഷ്ട്രത്തിന്റെ നേതാക്കൾ, നാനാ ജാതി മതസ്ഥർ, ഈ പ്രപഞ്ചം മുഴുവനും ദേവസനത്തെ സമർപ്പിക്കുന്നു. ക്ഷമിക്കാനുള്ള ശക്തി, മറക്കാനുള്ള ശക്തി, നമ്മുടെ ഉള്ളിലുള്ള ശത്രുത, കോപം, വെറുപ്പ്, അഹങ്കാരം, അസ്വസ്ഥത എല്ലാം മാറ്റുവാനും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് എണ്ണി നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ഈ 100-ലധികം മക്കൾ ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ തലകൾ വണക്കിയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്നിപ്പോ നമ്മൾ വചനം കേട്ടതുപോലെ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവാനും നല്ല വാക്കിൽ മറ്റുള്ളവരെ നേടുവാനും കർത്താവിൻ്റെ ഹിതപ്രകാരമായി തീരുവാനും ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിയുവാനുള്ള കൃപ. ഹന്ന ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ സങ്കടം പകരുകയാണെന്ന്
വിനയത്തോടുകൂടി പറയുവാനുള്ളൊരു മനസ്ഥിതി, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ കോപം വരാനല്ല, ദൈവകൃപ പ്രാപിപ്പാനുള്ള കൃപ തരണേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്തയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കളെയും നമ്മുടെ വരും തലമുറകളെയും ഇനിയും വരാനിരിക്കുന്ന തലമുറകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മെ വിശദീകരിക്കണമേ. തലകൾ വണക്കിയിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബത്തെയും വക പ്രവർത്തന രംഗങ്ങളെ, നാം വന്നിരിക്കുന്ന രാജ്യം, വിട്ടുവന്നിരിക്കുന്ന രാജ്യം, ലോകം മുഴുവനുള്ള മക്കളെ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. കുറവുകൾ ഏറ്റു പറയാം. നമ്മെ തന്നെ താഴ്ത്തി ഒരേ ആത്മാവിൽ അപേക്ഷിച്ചാൽ എന്തും നമുക്ക് തരാം. പരിശുദ്ധാത്മാവിനെ നാം ദാനത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ തീർച്ചയായും നമുക്ക് തരുമെന്ന് വിശ്വാസമുണ്ട്. നമുക്ക് അപേക്ഷിക്കാം. ആ വിശ്വാസത്തിൽ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ തന്നനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. അഭിഷിക്തരെയും സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛൻ, വർഗീസ് അച്ഛൻ, അച്ഛന്മാരും കൊച്ചന്മാര്, തിരുമേനിമാരും ഒക്കെ രോഗാവസ്ഥയിലുണ്ട്. എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈവാൻ ദേവ്, റിയോണ, മർലിൻ റോബിൻസൺ, മേരി മാത്യു, ജോളി തോമസ്, ജോർജ് കുട്ടി, ലിഖിത, ജിയാൻ, നിതിൻ, തമ്പി ആൻഡ് ലിലി, സൂസൻ, സിസ്റ്റർ റേച്ചൽ, ലീല ഈപ്പൻ, ചിന്നമ്മ തോമസ്. ഇത്രയും പേരുകൾ പറയുമ്പോൾ ഇത്രയും പേരുകളല്ല, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ധാരാളം പേരുകളുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള അപേക്ഷകൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. ഹാർട്ട്, ബ്രെയിൻ, കിഡ്നി, ക്യാൻസർ ആയിട്ടുള്ളവരെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, വീടുകളിൽ രോഗാവസ്ഥയിലുള്ളവരെ, ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമേ. കർത്താവ് തൊട്ടവരെ, കർത്താവിനെ തൊട്ടവരെ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചവരെ, കർത്താവ് നോക്കിയവരെ, സൗഖ്യം പ്രാപിച്ചവര്, ഇനിയും സൗഖ്യം പ്രാപിക്കാണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ രോഗാവസ്ഥ ദൈവത്തിന് സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർത്ത്ഡേസ് ആയിരുന്ന മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഷീനയെ ഓർത്ത്, ട്രഷറർ ആയിരിക്കുന്ന ഷീന പുന്നുസിനെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ജോളി ജോസ് ആൻഡ് രേണു, ബർത്ത്ഡേ ആയ എല്ലാ മക്കളെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദൈവരാജ്യത്തിനു വേണ്ടി, മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയ മക്കളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ക്രിസ് തേജസ് വർഗീസ് ബാപ്റ്റിസമായ കുഞ്ഞാണ്, അവന് വേണ്ടി പ്രത്യേകമായി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റയൻ തോമസ് അച്ഛൻ, അതുപോലെ തന്നെ സോളമൻ ഷമാശൻ പുതിയ ഓർഡിനേഷൻ പ്രാപിച്ചവരാണ്. അവരുടെ വിവാഹ ജീവിതവും അവരുടെ പൗരോഹിത്യ ജീവിതവും അനുഗ്രഹപ്രദമാണ് എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പൗരോഹിത്യ ശുശ്രൂഷയിലും വിവാഹ ജീവിതത്തിൽ വന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അതുല്യ ആൻഡ് അലക്സ്, മൈക്കിൾ ആൻഡ് ചെസ്ന, ഡീക്കൻ നിതിൻ ആൻഡ് ഐറിൻ, രൂപൻ ആൻഡ് ദിയ, പ്രവേശിച്ചവരും പ്രവേശിക്കാനിരിക്കുന്നവരുമായ എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വീടില്ലാത്തവർ, ജോലി ലഭിക്കാത്തവർ, ഒരു സുരക്ഷിതമായ ഒരു പാർപ്പിടമില്ലാത്ത അനേകം മക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നീതു, മിനി പാവപ്പെട്ട 2 മക്കളാണ്. കയറി കിടക്കാനുള്ള ഒരു ഭവനമില്ല. ആ എല്ലാ മക്കളെയും, ജോലി ഇല്ലാത്തവരെ, ജോലി സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലേയ തോമസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ജെറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. റീകൺസ്ട്രക്ഷനിലായിരുന്ന എല്ലാ ചർച്ചസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഡിട്രോയിറ്റിലെ ചർച്ച്, കാൽഗറി ചർച്ച്, മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട്, ഹ്യൂസ്റ്റണിലും അറ്റ്ലാന്റയിലും ഒക്കെ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ചർച്ചിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ പ്രാധാന്യം നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. ദൈവനമ്പുരാനെ ഇതെല്ലാം പൂർത്തിയാക്കി ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മക്കളായി എല്ലാവരും തീരുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ കെടുതിയിൽ വിഷമം അനുഭവിക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു. ഭരണാധികാരികളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. പീഡ അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസിൽ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഹന്ന, ശാലയം, കാരുണ്യ നിലയം, ധാരാളം സംഘടനകളുണ്ട്. അവരെ പ്രാർത്ഥനയിൽ, പ്രവർത്തനത്തിലും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനുള്ള കൃപ, നിർധനയായ വിധവയുടെ ചില്ലിക്കാശ് വഴി
നമുക്ക് കഴിവുള്ള വിധത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ, വലുതായി കഴിവുള്ളവർ വലുതായ വിധത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ദൈവമേ എല്ലാവരുടെയും മനസ്സിനെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയമാകുന്നതല്ല. അനേക വിധത്തിലാണ് ലഹരിയുടെ ഉപയോഗമുള്ളത്. ഇന്റർനെറ്റിന്റെ ഉപയോഗം മോശമായ വിധത്തിൽ ഉപയോഗിച്ച് തകർച്ചയിലിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരെ, ഡിപ്രഷനിലിരിക്കുന്നവരെ, പല വിധത്തിലുള്ള ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന പേരൻസ് എല്ലാവരെയും ദൈവത്തിന്റെ സമർപ്പിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഒക്കെയും പ്രാഭവം കൊണ്ട് സൺഡേ സ്കൂൾ പഠിച്ചും വേദോത്സവം വായിച്ചും മുന്നോട്ട് വരാൻ തയ്യാറില്ലാത്തവരും, ഉണ്ടായിട്ട് പോലും അതെല്ലാം പഠനത്തിന് ശേഷം വായി എന്നുള്ള ആൻസർ ഇല്ലാതെ നിരീശ്വരൻ വാദികളായി പോയ കുഞ്ഞുങ്ങൾ അടുത്ത സമയത്താണ് അത് കേൾക്കാനിടയായത്. അതിനെ കൂട്ടാക്കാത്തവരും അത് ചെയ്തിട്ട് പോലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്തതായ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മളിൽ തന്നെ കുറവുണ്ട്. നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധിയിലേക്ക് വളർത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിലാപങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രാത്രിയാമങ്ങളിൽ കണ്ണുനീരോടെ അപേക്ഷിക്കേണ്ട സമയമാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി കണ്ണുനീരോടെയുള്ള അപേക്ഷ ദൈവസന്നിധിയിൽ ഒരിക്കലും വൃഥാവാവില്ല. നമുക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടിന് പള്ളികളിൽ വരാനുള്ള കൂട്ടാക്കുന്നില്ല, അവരത് പ്രാപിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. പ്രാപിച്ചവർ തന്നെയും അത് ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിൽ ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി യാചിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ദൈവസന്നിധിയിലേക്ക് വെച്ച് യാചിക്കാം. സമയത്ത് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് മിനിമാരുണ്ട്, മിറാൻഡ, മോളി, നീതു, നിയ, നിത്യ, പാറ്റ്സി, പിങ്കി, പ്രീതി, പ്രിൻസി, പ്രിയ. ധാരാളം മക്കളുണ്ട്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവുമാണല്ലോ. ഹനയുടെ അപേക്ഷ നമ്മൾക്കായിട്ട് ദൈവം പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ നൽകി. കുഞ്ഞുങ്ങളെ അമ്മ മഹത്വനായി വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറയാം. ഡിഫിക്കൽട്ട് പ്രഗ്നൻസിയിൽ ഇരുന്ന ഗിഫ്റ്റിക്കും മെറിനും ഓരോ കുഞ്ഞുങ്ങളെ ലഭിച്ചു. സ്തോത്രം പറയാം. എലീഷുബ, മെലീസ, ഫേബ, ആർലിൻ, ഹെലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, നിധി, റിയ. ധാരാളം കുഞ്ഞുങ്ങൾ ഡിഫിക്കൽട്ട് പ്രഗ്നൻസിയിലുണ്ട്. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം ഒരു കൂട്ടാളിയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. സിറിൽ, ബെന്നി, സോഹൻ, സ്റ്റേസി, ജെർമി, കാരോൾ, മിന്നു, ടാഷ, താര, ജെഫേഴ്സൺ, മറിയ, ചിന, ടിജ. ധാരാളം കുഞ്ഞുങ്ങള് വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. ആഗ്രഹിച്ചിട്ടും തക്ക കൂട്ടാളിയെ കിട്ടാത്തവരുണ്ട്. ദൈവതമ്പുരാനെ തക്ക തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനാഥർ, വിധവമാർ, മരണം പ്രതീക്ഷിച്ച് കഴിയുന്നവരുണ്ട്. പലതരത്തിലുള്ള ഭാരങ്ങളാൽ വലയാൻ മറ്റുള്ളവരോട് എടുത്ത് പറയാൻ വയ്യാത്ത വിഷമങ്ങളുമായിരിക്കുന്ന മക്കളുണ്ട്. കഴിഞ്ഞ പ്രാർത്ഥനയിലും ദൈവം എടുത്ത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളോടും തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായി സാധിക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. MC കുര്യാക്കോസ് മെമ്പാസൻ, TJ ജോഷുവാച്ചൻ, ജേക്കബ് ജോർജ്, വെരി റവറൻ KG തോമസ് കോറപ്പിസ്കോപ്പ, ഉമ്മൻചാണ്ടി, പ്രൊഫസർ D മാത്യു സാർ, KA എബ്രഹാം, ഉമ്മൻ മാത്യു സാർ, ബോഷി ഉമ്മൻ, സുസമ്മ ജോയ്. ധാരാളം മക്കൾ ദേവസന്നിധി കടന്നുപോയവരും ഓർമ്മ പ്രാർത്ഥനയുള്ളവരുമുണ്ട്. അഭിഷിക്തരുണ്ട്, അൽമായറുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഒത്ത് ദുഃഖിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവസന്നിധി വയ്ക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട സൂസമ്മ തോമസ് ആണ് പ്രാർത്ഥിക്കുന്നത്. ആ മകളെയും മകളുടെ കുടുംബത്തെയും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ മകനെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സൂസമ്മ തോമസ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആന്റി കേൾക്കാമോ? കേൾക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പകൽ സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നതിനും നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും
തന്ന അവസരത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ടെന്ന് അരുളിയതായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. കർത്താവേ, പല കാരണത്താൽ ഇതിൽ സംബന്ധിക്കുവാൻ പറ്റാതെ പോയവരുണ്ട്. ജോലിയിലായിരിക്കുന്നവരുണ്ട്, യാത്രയിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ തെറ്റുകാരും കുറ്റക്കാരും ആകുന്നു കർത്താവേ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ. കർത്താവേ, പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. രോഗികളുണ്ട്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഉദരഫലം ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, രോഗികൾക്ക് വൈദ്യനും രോഗത്തിന് വൈദ്യവും നീ മാത്രമാണെന്നറിഞ്ഞ് എൻ്റെ കർത്താവ് എത്ര നല്ലത് ചെയ്തു എന്ന് സാക്ഷീകരിക്കുവാൻ വേണ്ടി അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയെ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതെ അവരെ നിയന്ത്രിക്കുവാൻ ഉള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഷെയറിങ്ങും കെയറിങ്ങുമായിട്ട് ജീവിക്കുവാൻ വേണ്ടി അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം പറഞ്ഞ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അച്ഛൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അരമനയിലെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായി നിറവേറ്റാൻ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുവാൻ നമ്മളും തയ്യാറാകുവാൻ വേണ്ടി നമ്മളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ കർത്താവേ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ശുശ്രൂഷകർ, കർത്താവേ, ശമാശന്മാർ, ആത്മീയ പ്രവർത്തകർ, എല്ലാവരെയും ആത്മീയ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ ചൊരിയണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഇവാനിയോസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ആയുസ്സും ആരോഗ്യവും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ പ്രയർ സെല്ലിന് വേണ്ടി പ്രവർത്തിക്കുന്ന എബി അച്ഛൻ, എലിസബത്ത് ആൻറ്റി, ഷിനു, ഷിനി, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ സെക്രട്ടറിമാരെയും കർത്താവെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. നമ്മുടെ അമേരിക്കയിൽ നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവെ, അതിൻ്റെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും മാറ്റി കർത്താവെ സമാധാനപരമായൊരു ജീവിതം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നടക്കുന്ന കലാപങ്ങളൊക്കെയും ദൈവമേ മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നിന്റെ ആശ്രയത്തിൽ മരിച്ച് നിന്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ നീ വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ, ഇനി ഞങ്ങൾ നിന്റെ ഹിതമെങ്കിൽ കാണുവോളം നിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ കൂട്ടത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. താഴ്മയായി കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും എല്ലാ ഇടവകളിന്മേലും ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Mary Chaco. Glory be to the Father, the Son, and the Holy Spirit. We thank God Almighty for his countless blessings and for giving us this opportunity to gather for today's MMBS Detroit Region Friday Fasting Prayer. It is by his grace and mercy that we are able to come together in prayer and fellowship. We sincerely thank His Grace, Dr. Thomas More Evanios, for his prayers, blessings, and loving guidance. We also thank our DSWA MMBS Vice President, Reverend Father Ebi Abraham, for his constant support, prayer, and encouragement in our spiritual journey.
Our heartfelt thank you to Father Nitin Rajan for your inspiring message on From Helping to Sharing. Through the words of Galatians 6:2, bear one another's burden and so fulfill the laws of Christ. You reminded us that our family responsibility are not meant to be carried alone, but shared with love and unity, and encouraged us to change our mindset from helping to truly sharing, creating a home filled with love, faith, and togetherness. We also extend our gratitude to everyone who participated in today's prayer. Bible reading, Mariama Matthew, Baby Thomas, and Molly Matthew. Songs, Shanti John and Bensi Matthew. Intercessory prayer, Susan Thomas. We also appreciate the dedicated service of all our unit secretary and regional secretary and our DSWA MMVS General Secretary Shini Kurian Lijo and Treasurer Sheena Punus for their continued commitment and support. A special thank you to our prayer coordinator, Elizabeth Dante, for her hard work in organizing the Friday prayer with such care and dedication. Finally, thank you to everyone who joined us in prayer today. May God bless you and your families with peace, good health, and abundance mercy. Thank you and have a blessed weekend.